നമസ്കാരം. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് അകങ്കുടി ദേശത്ത് 10 അടി പൊക്കത്തിൽ ഒറ്റത്തടിയിൽ തീർത്ത ശിവന്റെ ഭൈരവശില്പം. ഇന്ന് ഐബിൻ മലയാളം പങ്കുവെക്കുന്നത് ഈ ഭൈരവശില്പത്തിന്റെയും ഇതിന്റെ ശില്പിയുടെയും വിശേഷങ്ങളാണ്. ഉളികൾ കൊണ്ട് വർണ്ണവിസ്മയം തീർക്കുന്ന ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി KS ആചാരി. KSന്റെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ഭൈരവശില്പം നിർമ്മിക്കുക എന്നത്. അങ്ങനെ KS ഒറ്റപ്പാലത്തടിയിൽ ഭൈരവശില്പം നിർമ്മിക്കാൻ തുടങ്ങി. സാരഥി കെട്ടുകാഴ്ചയോടൊപ്പം തലത്തോട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് അങ്ങനെ ഭൈരവനും കെട്ടുകാളകൾക്കൊപ്പം നിരന്നു. ഭൈരവന്റെ നിർമ്മാണം മുതൽ സമർപ്പണം വരെയുള്ള ചടങ്ങുകളെ പറ്റി പറയുമ്പോൾ KS ആചാരി അങ്ങേയറ്റം സന്തുഷ്ടനാണ്. വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഭഗവാന്റെ ഒരു രൂപം പണിയണമെന്നുള്ളത്. അത് ശ്രീ തലത്തോട്ട മഹാദേവ ക്ഷേത്രത്തിലേക്ക് ആണിത് പണിയാൻ പണത്. പിന്നെ ഇത് വളരെ മൃതശുദ്ധിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് നമുക്കങ്ങനെ തുടങ്ങാനുള്ള ഒരു ഇതല്ല, സാധാരണ വർക്ക് പോലെ അല്ലല്ലോ ഇത്. അപ്പോൾ കുറച്ച് ഭക്തിയും എല്ലാം വേണം. പിന്നെ ദീർഘനാളത്തെ ഒരു വ്രതശുദ്ധി, ഇതെല്ലാം ഇതിന് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചോദിച്ച് കഴിഞ്ഞ വർഷം ഇതുപോലെ ഭഗവാനെ പണിയണമെന്ന് തോന്നി. ഭഗവാനെ അങ്ങനെ നിർമ്മിച്ചു. സാരഥി കെട്ടുകാഴ്ചയായിരുന്നു ഞങ്ങൾ 3 കൊല്ലത്തിന് മുമ്പ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ കൂടെ അകമ്പടിയായിട്ട് ഭഗവാനെ കൂടെ കൊണ്ടുപോകണമെന്നുള്ളൊരു തോന്നൽ വന്നു. ഒറ്റത്തടിയിൽ പാലയിലാണ് ചെയ്തിരിക്കുന്നത്. അത് നവതാലത്തിലാണ് വിഗ്രഹ നിർമ്മാണത്തിൻ്റെ തിയറി വെച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് കുറച്ചുകൂടെ ഇത് ക്ലാസിക്കലാണ്. പിന്നെ ഒറ്റത്തടി എന്ന് പറയുമ്പം അതിൻ്റെ ഇത്രയും വണ്ണമുള്ള, ഇത് 108 ഇഞ്ച് വണ്ണമുള്ള തടിയായിരുന്നു. പക്ഷെ ഇത്രയും വണ്ണത്തിന് കയ്യുമൊക്കെ ആ ഒരു പൊസിഷനിലുള്ള കമ്പോടുകൂടിയാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണം. ആകെ 12,000 നാഴിക, അതിൽ കൂടുതലായി. എന്നാലും നമുക്ക് 6 മാസത്തെ വർക്ക് കറക്റ്റ് ഇതിനുണ്ട്. 6 മാസം കൊണ്ടാണ് ഭഗവാനെ തീർക്കുന്നത്. പിന്നെ എല്ലാ നാട്ടുകാരുടെ എല്ലാ അനുഗ്രഹവും ഇതിനുണ്ട്. അവരെല്ലാം കൂടെ സംയോജിച്ചിപ്പോൾ ഒരു ശിവരാത്രിക്ക് പോകുന്നു. പിന്നെ മോന് ആണ് ഇതിൻ്റെ മെയിനായിട്ടൊക്കെ നടക്കുന്നത്. പിന്നെ ഭാര്യ, അവളാണ് ഇതിന് പണിയണമെന്നുള്ളൊരാഗ്രഹം മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ ഞാൻ തയ്യാറാകുന്നു. പിന്നെ എല്ലാം നടക്കുന്നതിൻ്റെ ഒരു കൃപ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാം ദൈവികമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അത് നമ്മുടെ മനസ്സിൽ ഭഗവാന്റെ ഒരു ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പണിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ഡ്രോയിങ് മാത്രമല്ലല്ലോ ഇത്. പിന്നെ ഞാൻ ഫൈനാൻസ് പഠിച്ചതാണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെയുള്ള വർക്കുകളെന്ന് പറഞ്ഞാൽ ക്ലാസിക്കലായിട്ട് ഈ ഞങ്ങളുടെ ശാസ്ത്രവിധി പ്രകാരം തന്നെ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ രീതി. എങ്കിലേ അതിനൊരു ജീവചൈതന്യം ഉണ്ടാകത്തുള്ളൂ. നമ്മളിപ്പോൾ അത് ക്ലാസിക്കലായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചൈതന്യം വരും. ഒരു ഡ്രോയിങ് സ്കൾപ്ചറോ അല്ലത്. ഒറ്റത്തടിയാണ് ചെയ്യാന്ന് പറയുന്നത്, ഒറ്റ കയ്യേ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ദൈവികത്വം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ. എല്ലാ വർഷവും ഭഗവാനെ ഇതുപോലെ കൊണ്ടുപോകണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. അതെല്ലാം ഒരുക്കി കൊണ്ടുപോയി. ഈ വർഷവും ഇതിപ്പോൾ 2ാം വർഷമാണ്. എന്ന് പറഞ്ഞ് നമ്മൾ മത്സ്യമാംസാദികൾ ഉപയോഗിക്കില്ല. അതാണ് മെയിനായിട്ടുള്ളത്. മത്സ്യമാംസാദികൾ അന്യ ഗ്രഹങ്ങളിൽ പോയി ആഹാരം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ദേഹശുദ്ധിയും മനഃശുദ്ധിയും എല്ലാം ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ. അതിൻ്റെ ഒരു സമ്മേളനമാണ് വ്രതം എന്ന് പറയുന്നത്. സാധാരണ വ്രതം എന്ന് പറയുന്നത്, ഇന്നത്തെ വ്രതം എന്ന് പറയുന്നത് വേറെ ലോക്കൽ വ്രതമില്ല. ഇതിനെന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ തയ്യാറെടുപ്പാണ്. സാരഥി കെട്ടുകാഴ്ചയുടെ തുടക്കമെന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അരണപ്പുറം കരയാണ്. അരണപ്പുറം കരയിൽ ഒരു 17 വയസ്സ് തൊട്ട് ഇതിൻ്റെ പുറകിന് നടക്കുകയാണ്. 40 വർഷക്കാലം എൻ്റെ കൈകൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണങ്ങളും അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മറ്റ് പ്രതിഫലങ്ങളൊന്നും വാങ്ങാതെ ഞങ്ങളുടെ ഭക്തിനിർഭരമായിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്ത് ആ കര വളർന്ന് വലുതായപ്പം ഇപ്പോഴത്തെ ജനറേഷൻ്റെ ആ ഗ്യാപ്പ് വന്നപ്പം അവരുടെ പിന്നിൽ നമ്മൾ പോകേണ്ട ഒരു സ്റ്റേജ് വന്നതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് മാറി സ്വന്തമായിട്ട് ഇവിടുന്ന് നിന്ന സാരഥി കെട്ടുകാഴ്ച എന്ന പേരിൽ നമ്മളിവിടുന്ന് തുടങ്ങുന്നത്. അല്ലാതെ ആരോടും പകയോ വിദ്വേഷമൊന്നുമില്ല. കരയിലുള്ള എല്ലാവരുമായിട്ടും നല്ല സ്നേഹമാണ്. പക്ഷെ നമുക്കത് അവരുമായിട്ട് ഒത്തുപോകാനുള്ളൊരു വൈഷമ്യം ഇപ്പം. അത് ഒന്നീ ഞങ്ങളുടെ ആ തലമുറകളുടെ വ്യത്യാസമായിരിക്കാം. എനിക്ക് രുചിക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് രുചിക്കാത്ത. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഞാൻ ഒരു
സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. എൻ്റെ ജോലി കിട്ടുന്നതിന് മുമ്പ് കണ്ടമാനം വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്തൊക്കെ നല്ല വർക്കുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ഫിഗറുകളും അത് ഇത് കൊമേഴ്സ്യൽ ആർട്ടുകൾ എല്ലാം ചെയ്യാൻ മാവേലിക്കര ഓർമ്മ കോളേജിൽ നിന്നാണ് പഠിച്ച് ഡിഗ്രി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇന്ത്യൻ നേവിയിലെ നേവൽ അക്കാഡമിയിൽ നിന്ന് ചാർജ് ചെയ്യാനായിട്ട് ഞാൻ പെൻഷനായി. അതുവരെ എനിക്ക് പബ്ലിസിറ്റി കൊടുത്ത് എനിക്കൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം സർക്കാർ എംപ്ലോയി ആയതുകൊണ്ട് നമുക്ക് പരസ്യങ്ങൾ കൊടുക്കാനോ അങ്ങനെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടാനോ മീഡിയാസിൽ ബന്ധപ്പെടാനോ ഒന്നും നമുക്ക് കഴിയില്ല. കാര്യം അതൊക്കെ അലൗഡല്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഔദ്യോഗിക ജീവിതമെല്ലാം കഴിഞ്ഞു നാട്ടിലെത്തിക്കഴിഞ്ഞാണ് പിന്നെ ഇതൊന്ന് ക്രമീകരിച്ചെടുക്കണം. നമ്മുടെ ആ കല നശിക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണ് ഒരു പുനരുദ്ധാരണം പോലാണ് പിന്നെ വർക്കുകളൊക്കെ ചെയ്യുന്നു. മുടക്കുന്നാഥനാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പുറത്ത് മണിമംഗലത്ത് കരയ്ക്കും പിന്നെ അരണപ്പുറത്തേത് ആദ്യം ചെയ്തതെല്ലാം ഞാനാണ്. പിന്നെ ഇപ്പം നമ്മുടെ കര പിന്നെ പോർട്രേറ്റുകൾ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ശില്പങ്ങൾ ചെയ്യും, സിമെൻറ്റിലും ചെയ്യും, തടിയയിലും ചെയ്യും, എല്ലാത്തിലും ചെയ്യും. ഭാര്യ ശ്യാമളയുടെയും മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും സഹായങ്ങളും സഹകരണങ്ങളും കൂടിയായപ്പോൾ ഭൈരവനും അങ്ങനെ തലയെടുപ്പോടെ ഈ കൊല്ലവും തലത്തോട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അണിനിരക്കും. 10 അടി പൊക്കമുള്ള ഈ ഭൈരവന് ഇന്ന് ആരാധകർ ഏറെയാണ്. ഒപ്പം കലാകാരനും ശില്പിയുമായ KS നും. ന്യൂസ് ഡെസ്ക് IBN മലയാളം.